ഈ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയമസഭ ചേരുകയായിരുന്നല്ലോ. നിയമസഭ ചേർന്നു. ഇന്നലെ നിയമസഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ തുടർച്ചയായി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. പക്ഷേ ഈ സഭാകാലം എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് എന്ത് സംഭവിച്ചു എന്ന് വളരെ വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പോയ സഭാകാലം പ്രതിപക്ഷത്തിന് തിരിച്ചടികളുടെ കാലമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കേരള സമൂഹത്തിന് മുൻപിൽ പ്രതിപക്ഷം തുറന്നു കാട്ടപ്പെട്ട ഒരു സഭാ സമ്മേളന കാലം കൂടിയാണ് കടന്നു പോകുന്നത്. സർക്കാരിനെ വെട്ടിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങളിലൂടെ പ്രതിപക്ഷം സ്വയം കുഴിയിൽ വീഴുന്നത് നമ്മൾ കണ്ടു. 6 അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകിയതിൽ 4 എണ്ണവും ചർച്ചയ്ക്കെടുത്തത് സർക്കാരിന്റെ നേട്ടമായി മാറുകയും ചെയ്തു. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പൊതുസമൂഹം അറിയേണ്ട കാര്യമാണെങ്കിൽ അതെന്താണെങ്കിലും അത് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്ന വളരെ വ്യക്തമായ സന്ദേശം സർക്കാർ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഈ ചർച്ചകളിലൂടെ വച്ചു. മറുഭാഗത്ത് അവസാന സമയത്ത് നോക്കൂ, പ്രതിപക്ഷത്തിന് ചർച്ചകളോട് താല്പര്യമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ചർച്ചകളെ ഭയപ്പെടുന്നു. ശബരിമല വിഷയത്തിൽ നമ്മൾ അതാണല്ലോ കണ്ടത്. കാരണം നോട്ടീസ് നൽകുന്നില്ല, അതിനു പകരം സഭയിൽ അനാവശ്യ ബഹളങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഈ സഭാകാലത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം, വിലയിരുത്താം. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നിയമസഭയിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് നൃപൻ. നിയമസഭയിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഈ പോയ സഭാകാലത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്? ഭരണപക്ഷവും പ്രതിപക്ഷവും പൊതുസമൂഹത്തിന് മുൻപിൽ പോയ സഭാകാലത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? മനു മുഖവരെ തന്നെ പറഞ്ഞു, അത് ജനങ്ങൾ സ്വാഭാവികമായി വിലയിരുത്തും. ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്ഥാപിത താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നാലും കാര്യങ്ങൾ നിയമസഭാ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി അത് മനസ്സിലാകുന്ന ഒരു ഉറപ്പാണ്. ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഈ പറയുന്ന അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി അടിയന്തര പ്രമേയങ്ങൾ 3 അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്ത ഒരു സഭയാണ്. ആകെ 6 അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നതിൽ ഈ 4 എണ്ണവും ചർച്ചയ്ക്കെടുത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ 3 എണ്ണം തുടർച്ചയായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് സർക്കാർ അനുവദിച്ചു. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും തുറന്ന് സർക്കാരിനെ സംബന്ധിച്ച് മറച്ചു വയ്ക്കാനൊന്നുമില്ല. അത് നിയമസഭയിൽ തന്നെ ഔദ്യോഗിക രേഖയായി കേരളത്തിലെ നിയമസഭയിൽ രേഖപ്പെടുത്തട്ടെ, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ സഭയുടെ സംബന്ധിച്ചിടത്തോളം ആകെ 12 ദിവസം നിരവധി ബില്ലുകളടക്കം നിർണായകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയ സഭയാണ്. ആകെ 12 ദിവസത്തിൽ 11 ദിവസമാണ് ആ സഭ ചേർന്നത്. നിരന്തരമായി അവസാന ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു. ഈ അടിയന്തര പ്രമേയത്തിനും സബ്മിഷനും അടക്കം നിരവധി ചോദ്യോത്തര വേളയിലടക്കം നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അവ ഉപയോഗിക്കാതെ അവസാനത്തെ ദിവസങ്ങളിൽ വളരെ സംഘർഷഭരിതമായി സഭാ സമ്മേളനത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയങ്ങൾ പരിഗണിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്താൽ സ്വയം അപഹാസ്യരാകും. ഇക്കാര്യത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ സർക്കാർ മറുപടി പറയും എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയപ്പോഴാണ് അവസാന ദിവസങ്ങളിൽ അവർ തന്ത്രം മാറ്റിപ്പിടിച്ചത്. അത് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ അത് വീണ്ടും സഭയിൽ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുമ്പോൾ തന്നെ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് അവർ നൽകുന്നില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ സ്വാഭാവികമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകും. അത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വ്യക്തമായ മറുപടി, നിലവിലെ കേസുമായി ബന്ധപ്പെട്ട മറുപടി നൽകും. ഒപ്പം തന്നെ സ്പീക്കർ നേരത്തെ തന്നെ നൽകിയിട്ടുള്ള റൂളിംഗ് ഉണ്ട്. ആ റൂളിംഗ് എന്ന് പറഞ്ഞാൽ കോടതി പരിഗണനയുള്ള വിഷയങ്ങൾ സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള പരിമിതിയുണ്ട്. ഒപ്പം തന്നെ അതിൽ ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുന്നതിനുള്ള പരിമിതി ഉണ്ടാകും. പക്ഷേ അടിയന്തരമായ കൂടുതൽ വിഷയങ്ങൾ വന്നാൽ അത് പരിഗണിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനുശേഷമാണ് SITയുടെ അന്വേഷണം വരുന്നത്. വീണ്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയില്ല? അതിന് പകരം അവർ ചെയ്തത് ചോദ്യോത്തര വേള മുതൽ സഭ തടസ്സപ്പെടുത്താനുള്ള തന്ത്രമാണ് അവർ കൊണ്ടുവന്നത്. അങ്ങനെ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുന്നു, സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിക്കുന്നു, സംഘർഷമുണ്ടാക്കുന്നു, വാച്ചൻ വാർഡിനെ തന്നെ അതിക്രമിക്കുന്നു, സ്ത്രീകൾ വാച്ചൻ വാർഡിന് തന്നെ നേരെ MLAമാർ തന്നെ അക്രമത്തിന് മുതിരുന്നു, പരിക്കേൽക്കുന്നു. അങ്ങനെ 3 പ്രതിപക്ഷ MLAമാർക്ക് സസ്പെൻഷനോടുകൂടിയാണ് ഇന്നലത്തെ സഭാ സമ്മേളനം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ സഭയിലെടുത്ത നിലപാടൊക്കെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ 3 MLAമാർ സഭാ കവാടത്തിന് മുന്നിൽ സമരമിരുന്നു. ആ സമരം പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. അവർ 1-2 ദിവസം ഇരുന്നതല്ലാതെ സമരം എങ്ങനെയാണ് പിൻവലിച്ചതെന്ന് പോലും പറഞ്ഞില്ല. ആ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനത്തിലും പ്രതിപക്ഷ നേതാക്കളോ അത് സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ പറഞ്ഞ പ്രതിഷേധ സമരം, സത്യാഗ്രഹ സമരം പിൻവലിച്ചു എന്ന ചോദ്യത്തിന് അവർ മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് ആ സമരം
സമരം പരാജയപ്പെട്ടു, അകത്ത് എടുത്ത നിലപാടുകൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവ് ചില ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോടടക്കം നേരിട്ട് ചോദിച്ചു. എം പി രാജേഷും ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളിൽ സഭയ്ക്കകത്ത് ഇങ്ങനെ ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടാകുമ്പോൾ എന്തിനാണ് നിങ്ങൾ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് പോലും നൽകാതെ ഒളിച്ചോടുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തിനോട് ചോദിച്ചത്. അതുകൊണ്ട് ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം അവസാനം ഒരു പുകമറയായി നിർത്തുക എന്നതാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സഭയ്ക്ക് പുറത്തേക്ക് ഇത് സമരായുധവുമായി കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സമരായുധവുമായി കൊണ്ടുപോകുമ്പോൾ സഭയ്ക്കകത്ത് ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് വന്നാൽ അവരുന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊള്ളയാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്താൻ കഴിയും. മാത്രമല്ല, കോടതി നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് അന്വേഷണത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ സ്വാഭാവികമായി സർക്കാരിനെയല്ല സമീപിക്കേണ്ടത്, കോടതിയാണ്. സ്വാഭാവികമായി സർക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അന്വേഷണം സംബന്ധിച്ചോ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോ എന്തെങ്കിലും വിമർശനമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോകുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവിനോടും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോടൊക്കെ തന്നെ ഭരണപക്ഷം ചോദിക്കും. ആ ചോദ്യത്തിന് പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടാകാനുള്ള തരമില്ല. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പട്ടിക പരിശോധിച്ചാൽ മുൻ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് കാലഘട്ടത്തിലെ UDF കാലഘട്ടത്തിലെ നിരവധി ശർക്കര വാങ്ങിയതിൽ അഴിമതി, കൊടിവര സ്ഥാപിച്ചതിൽ, സ്വർണം പൂശിയതിൽ 1.5 കോടി രൂപയുടെ അഴിമതി, പാത്രം വാങ്ങിയതിൽ 1.5 കോടിയുടെ അഴിമതി, അങ്ങനെ നിരന്തരമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും യാത്രാപ്പടി എഴുതിയെടുത്തുള്ള അഴിമതി, അങ്ങനെ നിരവധി കേസുകൾ വിജിലൻസിന്റെ മുന്നിലും കോടതി മുന്നിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം തുറന്ന ചർച്ചകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇതൊരു വിശ്വാസ പ്രശ്നമായി സെൻസിറ്റീവായ ഒരു വിഷയത്തെ പരമാവധി ഒരു പുകമറ സൃഷ്ടിച്ച് നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ലക്ഷ്യമാണ് പ്രതിപക്ഷം നടത്തിയത്. പക്ഷേ സഭയ്ക്കുള്ളിൽ അവർ പൂർണ്ണമായി പരാജയപ്പെട്ടു. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം മുതൽ സർക്കാരിന് അനുകൂലമായി എടുത്ത സമുദായ നേതാക്കളുടെ പിന്തുണയൊക്കെ തന്നെ പ്രതിപക്ഷത്തെ അലട്ടുന്നുണ്ട്. BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ മുതലെടുപ്പിനാണ് UDF ശ്രമിക്കുന്നത്. അതിലാണ് കടകംപള്ളി കഴിഞ്ഞ ദിവസം ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുകയും പ്രതിപക്ഷ നേതാവിന് വെല്ലുവിളിക്കുകയും മാത്രമല്ല അദ്ദേഹം 2 കോടി രൂപ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷം ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ദേവസ്വം മന്ത്രിക്കെതിരെ നൽകും, ദേവസ്വം പ്രസിഡന്റിനെതിരെ പറയുന്നു, എല്ലാ സർക്കാരിനെതിരെയൊക്കെ പറയുന്നു. പക്ഷേ ഒരു വാക്ക് പോലും പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇനി ഞാൻ കേൾക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അധികം പറയാതെ ഇരിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതിന് മറുപടി കിട്ടേണ്ടതല്ലേ? ഏതായാലും അതിനുള്ള മറുപടികളൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മിണ്ടാതിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്.